ആശ്രിതരെ 53 പേരെ നമ്മുടെ ലിസ്റ്റിലേക്കാണ് നിയമിച്ചത്. ഈ ബെഫ്കോ LDCയിലേക്ക് ആശ്രിത നിയമനം കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം LDC ABC എന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ തന്നിരിക്കുന്ന സാങ്ഷൻ സ്ട്രെങ്ത്തിലേക്കാണ് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇത് കാരണം നമുക്ക് ഒരു നിയമനം പോലുമില്ല. നമ്മുടെ ലിസ്റ്റിന് അനുവദിച്ച് കിട്ടിയ കഴിഞ്ഞ വർഷം കിട്ടിയ NJD വേക്കൻസി എന്ന് പോലും ഒരൊറ്റ ഫ്രഷ് വേക്കൻസി പോലുമില്ല. നമ്മുടെ ഈ ബിരിയാണിയുടെ പുറത്ത് ചെറിപ്പഴം വെച്ചിരിക്കുന്ന പോലെ ഒരു ഫ്രഷ് വേക്കൻസി മാത്രമാണ് ഇതിന് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. ഇത്രയും മോശമായിട്ടാണ് നമ്മളെ ബോർഡ് കാണുന്നത്. ഇതൊരു വെള്ളാനയായിട്ട് മാറ്റുകയാണ് നമ്മളെ ബെഫ്കോനെ. ഇത്രയും സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു ബോർഡിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ എംപ്ലോയ്മെൻറ്റ് വെച്ച് എക്സ്ചേഞ്ച് വഴി ആളെ കയറ്റുന്ന ഒരു പാർട്ടി നിയമനങ്ങളാണ് കംപ്ലീറ്റ് നടക്കുന്നത്. ഇത് കാരണം കൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു ബോർഡിനോട്ടോ അതിനെ നിയമിക്കുന്ന ഇതിനകത്ത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ അവരതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം ഈ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇവർ കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ എംപ്ലോയ്മെൻറ്റ് ആൾക്കാർ എടുക്കുന്ന വഴി. എന്നാലും ഇവർ ഒരു പാഠവും പഠിക്കാതെ അവരെ ഷോപ്പ് ഇൻചാർജ് ആക്കുക, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരാക്കുന്നവരെ അതിൻ്റെ മെയിനായിട്ടുള്ളാക്കുക. ഇതുവഴി ആശ്രിത നിയമനം നടക്കുന്നുണ്ട് ഇപ്പോഴും അത് ആശ്രിത നിയമനം അവർക്ക് അവകാശപ്പെട്ട ജോലി തന്നെയാണ്. ഈ ഇതിനകത്ത് നിരുന്നിട്ട് മരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ ജോലിയിൽ ഉൾപ്പെടുത്തരുന്നു എന്നും പറയുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ടി പ്രത്യേകം ഗ്രേഡ് ഉണ്ടാക്കി സാധാരണ സൂപ്പർ ന്യൂമറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവരങ്ങോട്ട് മാറ്റുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പുതിയ ഔട്ട്ലെറ്റുകൾ ധാരാളം വന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് നിയമനം നടക്കാത്തത്? അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ? ഇവർ പറയുന്നത് തന്നെ ഇപ്പോൾ 20ഓളം ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കിടന്ന് തുറന്നിട്ടുണ്ട്, 68ഓളം ഔട്ട്ലെറ്റുകൾ തുറക്കാൻ വേണ്ടിയുള്ള സാങ്ഷൻ ആയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും ഒരു നിയമനം ഒരു ഔട്ട്ലെറ്റ് ഒരു LD വെച്ച് നിയമനം നടത്തിയാൽ കൂടെ നമ്മളെ ഒരു 10-60 പേർക്ക് ജോലി കിട്ടും. ഇതിനകത്തുള്ള ഈ 60 പേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് റൊട്ടേറ്റ് ആയി നമുക്ക് ഒരുപാട് പേർക്ക് ജോലി ഇല്ല, റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിക്കേണ്ടത് കിട്ടും. പക്ഷേ ഇവർ ചെയ്യുന്നതെന്നു പറഞ്ഞാൽ ഇവർ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ബാക്കിയുള്ള 6 മാസം കൂടെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിന്ന് ഇത് അറിയുന്നില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കാർഡ് വരുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് പാർട്ടി നിയമനം അവരേതായ കൊല്ലം ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ആ 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു LD സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതിനുവേണ്ടി കൊല്ലത്ത് അവിടെ പാർട്ടികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യാനോ ഒരു ഭരണപക്ഷ സംഘടനകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടോ ഈ സത്യം പറഞ്ഞാൽ അവർ ഉറങ്ങുവാണ്. ഇതിനകത്ത് കണ്ണു അടച്ചിരുന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഈ നടുവെയിലത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് നിന്നിട്ട് നമ്മൾ പഠിച്ച് നേടിയ 143, 144 റാങ്കുകാരന് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റ് ഈ 165, 175 അല്ലെങ്കിൽ ഈ ഒരു 0.33 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഇത്രയും നമ്മൾ ബാക്കിലോട്ട് പോയ ഒന്നാമത്തെ റാങ്കുകാരൻ്റെ. നമ്മൾ അനുഭവിക്കുന്ന വിഷമവും സങ്കടവും നമുക്ക് പറഞ്ഞ മനസ്സിലായി. നിലവിലൊരു സൂചന സമരമാണോ ഇന്ന് നടക്കുന്ന ഒരു സൂചന സമരമാണ്. സർക്കാർ ഈ കഴിഞ്ഞ മാസം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും ദിവസം സർക്കാരിനെ വിശ്വസിച്ചിരുന്നു. ഇവരുടെ ഉള്ള തീരുമാനങ്ങൾ അവർ പറയുന്ന എല്ലാം കേട്ട് ഓരോ മന്ത്രിമാരെ 7 തവണ കണ്ടു. ഇവരെ പാർട്ടി സെക്രട്ടറിമാരെ ബാക്കിയുള്ളവരെ എല്ലാവരെയും കണ്ടായിരുന്നു. CATUവിൻ്റെ മെയിനായിട്ടുള്ള അവരെല്ലാവരും പറഞ്ഞ് നമുക്ക് വേക്കൻസി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ 25-ം തീയതിയും കഴിഞ്ഞ മാസം ഒരു ഡെപ്യൂട്ടേഷൻ നിയമനത്തിൻ്റെ ഒരു വലിയ ഓർഡർ നമ്മൾ കണ്ടായിരുന്നു. മന്ത്രിയെ കണ്ടപ്പോൾ എന്താ പറയുക? എക്സൈസ് മന്ത്രിയെ കണ്ടുകൊണ്ട് മന്ത്രിയും പറയുന്ന വേക്കൻസി അനുവദിച്ചു തരാമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. പക്ഷേ അവരൊരു സംഘടനയുടെ ഒരു മെയിൻ സമ്മേളനത്തിന് പോയപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ മാറുന്ന സമയത്ത് ഇവർക്ക് നിയമനം കൊടുക്കുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നു എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നത് ലൈവായിട്ട് കേട്ടിട്ട് വന്നവരാണ്.